അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞത് ഒരു പ്ലോട്ട് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടായിരുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു പ്ലോട്ട് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളതാണ്. സാധാരണ നമ്മൾ ചെയ്യുക എന്താണ്, ഒരു എഞ്ചിനീയറെ കൊണ്ട് ഒരു ഡ്രോയിങ് വരപ്പിക്കും, പിന്നെ നേരെ എക്സ്കവേഷൻ ചെയ്യും, ഫൗണ്ടേഷൻ ചെയ്ത് നമ്മൾ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അതിന് മുൻപ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ആ വാങ്ങിയ പ്ലോട്ടിൻ്റെ സോയിൽ, അതായത് മണ്ണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യാൻ പോകുന്ന നമ്മുടെ ബിൽഡിംഗ് അല്ലെങ്കിൽ വീട് ആ മണ്ണിൽ എന്താ പറയുക, നിർത്താനുള്ള ഒരു ബലം ആ മണ്ണിനുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയണം. അതാണ് സോയിൽ ടെസ്റ്റ്. അപ്പോൾ നമ്മൾ സോയിൽ ടെസ്റ്റിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഒരു വീട് നിർമ്മാണത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഘടകമാണ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. കാരണം ആ ഫൗണ്ടേഷന് മുകളിലായിരിക്കും ആ വീടിൻ്റെ ടോട്ടൽ ലോഡ് ഇരിക്കുന്നുണ്ടാവുക. ഈ ഫൗണ്ടേഷൻ ഇരിക്കുന്നതോ മണ്ണിലും ആയിരിക്കും. അപ്പോൾ ഈ മണ്ണിന് ആ വീടിൻ്റെ മൊത്തം ലോഡിന് എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ചുമരിൽ അതുപോലെ സ്ലാബിലൊക്കെ പലതരത്തിലുള്ള ക്രാക്കുകൾ വരും. അതിന് നമ്മൾ സെറ്റിൽമെൻറ്റ് ക്രാക്സ് എന്ന് പറയും. സോ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇനീഷ്യലി നമ്മൾ സോയിൽ, അതായത് മണ്ണ് ടെസ്റ്റ് ചെയ്തിട്ട് ആ മണ്ണിൻ്റെ ബലം മനസ്സിലാക്കി അതിന് വേണ്ട ഒരു ഫൗണ്ടേഷനാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഇത്തരത്തിലുള്ള സെറ്റിൽമെൻറ്റ് ക്രാക്സ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ടെസ്റ്റുകളാണ് ഉള്ളത്, ഏതൊക്കെ തരത്തിലുള്ള മണ്ണുകളാണ് കേരളത്തിലുള്ളതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിൽ ആദ്യത്തേതാണ് ചെമ്മണ്ണ് എന്നറിയപ്പെടുന്ന ലാട്രൈറ്റ് സോയിൽ എന്ന് പറയുന്നത്. ഇത് പൊതുവെ ഹൈലാൻഡ്, അതായത് ഉയർന്ന പ്രദേശങ്ങളിലാണ് ഇത്തരത്തിലുള്ള സോയിൽ കാണപ്പെടാറുള്ളത്. ഇത് കുറച്ച് ശക്തമായ സോയിലാണ്. എന്നിൽ കൂടിയും ഫൗണ്ടേഷൻ ചെയ്യുമ്പോൾ നല്ല തരത്തിൽ തന്നെ ഫൗണ്ടേഷൻ ചെയ്യുന്നതാണ് ഉത്തമം. കാരണം ഇതിൽ ഇരുമ്പും അലുമിനിയത്തിൻ്റെ ഒക്കെ അളവ് കുറച്ച് കൂടുതലായിരിക്കും ഇത്തരം മണ്ണിൽ. അപ്പോൾ നന്നായിട്ട് തന്നെ ഫൗണ്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് സെറ്റിൽമെൻറ്റ് വരാനുള്ള സാധ്യത കുറവാണ്. അടുത്തതാണ് അലുവിയൽ സോയിൽ എന്നറിയപ്പെടുന്ന നദീജല മണ്ണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഈ നദീജല മണ്ണ് സാധാരണ കാണപ്പെടുന്നത് തീരദേശ ഭാഗങ്ങളിലും പുഴയോര ഭാഗങ്ങളിലൊക്കെയാണ്. ഇത്തരം മണ്ണ് കൃഷിക്ക് അനുയോജ്യമായൊരു മണ്ണാണെങ്കിലും കൺസ്ട്രക്ഷനിലോട്ട് വരുമ്പോൾ അതിന് കമ്പാരിറ്റീവ്ലി ഒരു സ്ട്രെങ്ത് കുറവായിരിക്കും. അപ്പോൾ അത്രയും ഭാഗങ്ങളിൽ നമ്മൾ ആരെങ്കിലും വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫൗണ്ടേഷൻ പ്രോപ്പറായിട്ട് ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ ഡിസൈൻ ചെയ്തിട്ടേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ സോയിൽ ടെസ്റ്റ് ചെയ്യുന്ന അവിടെ സ്ട്രെങ്ത് കുറവാണ് ഈ അലുവയിൽ സോയിൽ നിന്ന് കാണുകയാണെങ്കിൽ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ ഡിസൈൻ ചെയ്തതിന് ശേഷം മാത്രമേ അവിടെ ഫൗണ്ടേഷൻ ഇന്നതാണ് എന്ന് നമ്മൾ തീരുമാനിക്കാൻ പാടുള്ളൂ. അടുത്തതാണ് പീറ്റി സോയിൽ എന്നറിയപ്പെടുന്ന കളിമണ്ണ് സാധാരണ കാണപ്പെടുന്നത് കുട്ടനാട്, ആലപ്പുഴ ആ ഭാഗങ്ങളിലൊക്കെയാണ്, ചെങ്ങന്നൂർ ആ ഭാഗങ്ങളിലൊക്കെയാണ്. സാധാരണ കേസിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക, ബെയറിംഗ് കപ്പാസിറ്റി കുറവുള്ള ഒരു മണ്ണാണ് ഈ കളിമണ്ണ് എന്നറിയപ്പെടുന്നത്. നല്ല തരത്തിൽ തന്നെ ഫൗണ്ടേഷൻ നമ്മൾ ചെയ്യണം. ഈ ഫ്രെയിം സ്ട്രക്ചർ ഒന്നും ചെയ്തിട്ട് ശരിക്കും കാര്യമില്ല. പൈലിംഗ് പോലത്തെ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ തന്നെ അവിടെ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മളൊരു ആലപ്പുഴ ഭാഗത്തുള്ള ആൾക്കാരെല്ലാം അവർ സോയിൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷം അത് കളിമണ്ണാണ്, ബെയറിംഗ് കപ്പാസിറ്റി കുറവാണെന്ന് കാണുകയാണെങ്കിൽ 100% ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറുടെ ഡിസൈനോടെ ഒന്നല്ലെങ്കിൽ പൈലിങ്ങോ അല്ലെങ്കിൽ ഫൂട്ടിങ്ങോ അങ്ങനത്തെ ഒരു ഫൗണ്ടേഷൻ എടുത്തിട്ട് കൺസ്ട്രക്ഷനോട് മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അടുത്താണ് കോസ്റ്റൽ സാൻഡി സോയിൽ എന്നറിയപ്പെടുന്ന തീര മണ്ണിൽ എന്നൊക്കെ പറയും, തീരമണ്ണ് എന്നൊക്കെ. ഇത് ഏകദേശം അലുവായി സോയിലിനായിട്ടുള്ള ഒരു ഏകദേശം സെയിം തന്നെയാണ്. തീരദേശ ഭാഗങ്ങളിലാണ് ഇത്തരം മണ്ണ് കാണപ്പെടുന്നത്. ഇതിനെയും ബെയറിംഗ് കപ്പാസിറ്റി കുറവാണ്. നന്നായിട്ട് കോമ്പാക്റ്റ് ഒക്കെ ചെയ്തിട്ടാണ് നമുക്കൊരു ഫൗണ്ടേഷനിലോട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ സോയിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇത്തരത്തിലൊരു മണ്ണാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്ട്രക്ചറൽ എഞ്ചിനീയറുടെ ഡിസൈനോട് കൂടി മാത്രമേ ഫൗണ്ടേഷൻ തീരുമാനിക്കാൻ പാടുള്ളൂ. അടുത്താണ് ഫോറസ്റ്റ് സോയിൽ എന്നറിയപ്പെടുന്ന കാട് മണ്ണ് എന്നൊക്കെ പറയും. ഈ കാട് മണ്ണിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇത്രയും ഭാഗങ്ങൾ ഉരുൾപൊട്ടിനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. ഇത് സാധാരണ ഫോറസ്റ്റിനോട് ചേർന്നുള്ള ഭാഗങ്ങളിലേക്കായിരിക്കും ഇത്തരം മണ്ണ് കാണപ്പെടുന്നത്. അപ്പോൾ അതിന് സ്ട്രോങ് ഉണ്ടെങ്കിൽ കൂടിയും ഒരു ഉരുൾപൊട്ടലൊക്കെ വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ അങ്ങ് നശിച്ചു പോകുന്ന തരത്തിലായിരിക്കും. അപ്പോൾ അത്രയും ഭാഗത്ത് വീട് പണിയുമ്പോൾ 100% അവിടെ ഒരു സ്ട്രക്ചർ എഞ്ചിനീയറുടെ ഒരു ഡിസൈനോടെ അത്യാവശ്യം ഒരു നല്ല ഡെപ്തിലോട്ട് പോയിട്ടുള്ള ഒരു ഫൗണ്ടേഷനോടെ നമ്മൾ ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ നമ്മൾ വയനാട് കണ്ട പോലെ ഒരു ഉരുൾപൊട്ടൽ വന്നു കഴിഞ്ഞാൽ മൊത്തത്തിലെല്ലാം അങ്ങ് ഒലിച്ചു പോകും. അടുത്താണ് ഹൈഡ്രോമോർഫിക് സാലിൻ സോയിൽ എന്നറിയപ്പെടുന്ന ഉപ്പുവെള്ളം അടങ്ങിയിട്ടുള്ള മണ്ണ്. അതാണ് ഈ ഹൈഡ്രോമോർഫിക് സാലിൻ സോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് പൊതുവായിട്ട് തീരദേശങ്ങളിൽ, അതായത് കായലും കടലോരം ആ ഭാഗങ്ങളിലൊക്കെ ഉള്ള ഒരു ഭാഗത്താണ് ഇത്രയും മണ്ണ് കാണപ്പെടുന്നത്. ഇത്രയും മണ്ണിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൽ ഉപ്പിൻ്റെ രസം കൂടുതലായിരിക്കും, ഉപ്പിൻ്റെ കണ്ടന്റ്. അതുകൊണ്ട് തന്നെ സ്ട്രെങ്ത്തിൻ്റെ ഒരു ഇഷ്യൂസ് ഉള്ളതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ അത്രയും ഭാഗങ്ങൾ കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ ഉപ്പിനെ റെസിസ്റ്റ് ചെയ്യുന്ന SRC പോലത്തെ സിമെന്റുകൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ ഇത്രയും ഭാഗങ്ങളിലും ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറുടെ ഒരു ഡിസൈനോട് കൂടെ മാത്രമേ നമ്മൾ ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് സെറ്റിൽമെന്റ് പോലത്തെ പ്രശ്നങ്ങൾ ഇവിടെയും നമുക്ക് വരാൻ വളരെ സാധ്യത കൂടുതലാണ്. ഇനി നമ്മുടെ ഒരു സംശയമാണ് ഈ സോയിൽ ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യുക, എത്ര ആഴത്തിലാണ് മണ്ണ് എടുക്കേണ്ടത് എന്നുള്ളതെല്ലാം. അത് ആക്ച്വലി നമ്മൾ പ്ലാൻ ചെയ്യുന്ന വീടിൻ്റെ ഡിസൈൻ പോലെ ഇരിക്കും. ഇപ്പോൾ ഒരു നില പണിയാണെന്നുള്ളതിൻ്റെ ഒരു സോയിൽ ടെസ്റ്റ് അല്ല നമ്മൾ 2 നില ചെയ്യുമ്പോഴുള്ള സോയിൽ ടെസ്റ്റ്. ഒരു നില ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒരു 3 മീറ്റർ ആഴത്തിൽ മണ്ണെടുത്താൽ മതി എന്നുണ്ടെങ്കിൽ 2 നിലയ്ക്ക് പോകുമ്പോൾ അത് ചിലപ്പോൾ ഒരു 5 മീറ്റർ വരെ നമ്മൾ മണ്ണിൻ്റെ ആഴം നോക്കേണ്ടി വരും. ചില സ്ഥലത്ത് ഇപ്പോൾ ഈ കോസ്റ്റൽ പോലത്തെ ഏരിയകളിലുള്ള മണ്ണൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് 10 മീറ്റർ വരെ പോകാം. സോ ഡിപ്പെൻഡ് ഓൺ നമ്മുടെ ഡിസൈനും ഡിപ്പെൻഡ് ഓൺ ആ മണ്ണിൻ്റെ ഒരു നാച്ചുറൽ വെച്ചിട്ടായിരിക്കും അതിൻ്റെ ആഴം തീരുമാനിക്കുക. അതുപോലെ നമ്മളിപ്പോൾ ഏൽപ്പിക്കാൻ പോകുന്ന ആ ഒരു ഏജൻസിയുടെ കയ്യിൽ ഓട്ടോമാറ്റിക്കായിട്ട് പൈലിംഗ് ചെയ്യാനുള്ള മെഷീനറീസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ പൈലിംഗ് ചെയ്തിട്ടാണ് അവർ നമ്മൾ ഡിസൈൻ അനുസരിച്ചിട്ട് അത്രയും ഡെപ്തിലോട്ട് പോയിട്ടാണ് ഈ മണ്ണ് അവർ കളക്ട് ചെയ്യുക. ആ മണ്ണിന്റെ ബലമാണ് അവർ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുക. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ടെസ്റ്റുകളാണ് സാധാരണ കേസിൽ ഈ ഇത്രയും ഒരു ടെസ്റ്റിന് വേണ്ടി അവലംബിക്കാറുള്ളത് എന്നുള്ളതാണ് ഞാൻ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്.
പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. ഒന്ന് ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറയും, 2 വാട്ടർ ടേബിൾ, 3 അതിന്റെ കംപ്രസിബിലിറ്റി. ഇതിൽ ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മണ്ണിന് എത്രത്തോളം ഭാരം താങ്ങാനാകുമെന്നാണ് നമ്മൾ ഇവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. കാരണം നമ്മുടെ സ്ട്രക്ചർ അത് താങ്ങുമോ, പിന്നീട് ഒരു സെറ്റിൽമെന്റ് വരുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അതാണ് ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. വാട്ടർ ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മണ്ണിന്റെ എത്ര ആഴത്തിലാണ് വെള്ളം നിൽക്കുന്നത് എന്നുള്ളതാണ്. പിന്നീട് അതൊരു കാപ്പിലറി ആക്ഷൻ ഒക്കെ വന്നിട്ട് നമുക്ക് ഒരുപാട് ഇഷ്യൂസ് ഒക്കെ വരും, ഈ വാട്ടർ ടേബിൾ എവിടെയാണ് നമുക്ക് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ. മൂന്നാമത്തതാണ് കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത്. കംപ്രസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില മണ്ണുകൾക്ക് ബലക്ഷയം കാലം തോറും വന്നുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള മണ്ണിനെ നമ്മൾ കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കംപ്രസിബിലിറ്റി കൂടുതലുള്ള മണ്ണാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ബലമുള്ള മണ്ണ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ GSB പോലുള്ള സാധനം കൊടുത്തിട്ടോ ആ മണ്ണിൽ ഒരു കോമ്പാക്ഷൻ കൊടുത്തിട്ട് ബലം കൊടുത്തിട്ട് വേണം നമ്മൾ ഫൗണ്ടേഷൻ അതിന് മുകളിൽ ചെയ്യാൻ. അപ്പോൾ ഈ 3 കാര്യങ്ങളും നമുക്ക് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ഫൗണ്ടേഷൻ ഏത് വേണം, എത്തരത്തിലുള്ള വേണം, എത്ര ആഴത്തിൽ വേണം, ഏത് ടൈപ്പ് വേണം എന്നുള്ളതെല്ലാം ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർക്ക് തീരുമാനിക്കാനും അതുവഴി നമുക്കൊരു ലോങ് ടേം ആയിട്ട് ഒരു തരത്തിലുള്ള സെറ്റിൽമെന്റും വരാത്ത തരത്തിൽ ഒരു ഫൗണ്ടേഷൻ ചെയ്ത് നല്ലൊരു വീട് പണിയാനും നമുക്ക് കഴിയും. ഒരു വീട് പണിയാൻ പോകുന്നതിന് മുൻപ് ബേസിക് ആയിട്ടുള്ള സോയിൽ ടെസ്റ്റ് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യുക. അതിന് ഒരുപാട് ചിലവൊന്നുമില്ല. നമ്മൾ സ്മാർട്ടായിട്ടൊരു വീട് പണിയുമ്പോൾ അതിന് സ്മാർട്ടായിട്ടുള്ള അടിത്തറ വേണം. എന്നാൽ മാത്രമേ നമുക്കൊരു ലോങ് ടേം ആയിട്ട് സമാധാനത്തോടെ വീട്ടിൽ ജീവിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി.